ബലൂചിസ്ഥാനിൽ ആക്രമണ പരമ്പര തുടരുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വലിയൊരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പാകിസ്ഥാനിലെ പ്രക്ഷുബ്ധമായ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂച്ച് വിമതർ പാകിസ്ഥാൻ അർദ്ധ സൈനിക വാഹനം ആക്രമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആക്രമണത്തിൽ 5 സൈനികരാണ് സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. BLF അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിൻ്റെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമുണ്ട്. ലഭിച്ച വിവരമനുസരിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ബലൂചിസ്ഥാനിലെ മാൻഡ് പ്രദേശത്തെ മഹിറിനും സുഡിഗിനും ഇടയിലുള്ള റോഡിൽ വെച്ചാണ് ആക്രമണം നടന്നത്. ഒരു പാകിസ്ഥാൻ അർദ്ധ സൈനിക വാഹനം ഈ പ്രദേശത്തുകൂടെ കടന്നു പോകുമ്പോൾ BLF പോരാളികൾ പെട്ടെന്ന് ആക്രമണം നടത്തി. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ 5 പാകിസ്ഥാൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സുരക്ഷാ സേനയും പ്രദേശം മുഴുവൻ വളഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആക്രമികളെ പിടികൂടുന്നതിനായി തിരച്ചിൽ ആരംഭിച്ചു. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. ബലൂചിസ്ഥാൻ വളരെ കാലമായി വിഘടനവാദ കലാപം നേരിടുന്നുണ്ടെന്നും അവിടെ ബലൂച്ച് ദേശീയവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ സുരക്ഷാ സേനയെ ആവർത്തിച്ച് ആക്രമിക്കുന്നുണ്ടെന്നും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു പ്രസ്താവന അനുസരിച്ച് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ BLF അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ഇവരിൽ നിന്നും 5 പേരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ അതിന് ഔദ്യോഗികമായി തെളിവുകളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.